തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് തുടക്കത്തിൽ കഴിഞ്ഞിരുന്നു പ്രചരണത്തിൽ. ഈ അവസാന ഘട്ടം വരുമ്പോൾ പിന്നോട്ട് പോയോ? CPM വീണ്ടും കരുത്താർജിച്ച് കയറി വരുന്നുണ്ടോ? തീർച്ചയായിട്ടും CPM-ന് വലിയ കരുത്തുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും അവർ മേൽക്കോയ്മ നേടാറുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ നേടിയ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് നേടിയില്ലെങ്കിലും ഇത്തവണ ഒട്ടും പുറകോട്ടല്ലാതെ നിൽക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം പ്രത്യേകിച്ച് UDF-ൻ്റെ ശക്തി പലയിടത്തും ദുർബലമായതായി കാണുന്നു. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിസന്ധി. രണ്ടാമത്തേത് SDPI വെൽഫെയർ പാർട്ടികൾ പിന്തുണ കൊടുക്കുന്നതുകൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചില ഉണ്ടായിരിക്കുന്ന ഒരു അവമതിപ്പ്, ഇതൊക്കെ കൊണ്ട് UDF-ന് വടക്ക് ചില മണ്ഡലങ്ങൾ ഒഴിച്ച് ജില്ലകൾ ഒഴിച്ച് മറ്റു പലയിടത്തും കോട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. കോർപ്പറേഷൻ കഴിഞ്ഞ തവണ 6-ൽ 5 LDF ആണ് നേടിയത്. പക്ഷേ ഇത്തവണ 6-ൽ 3 LDF പിടിക്കും എന്നുള്ള അവസ്ഥയിലാണ്. അതുപോലെ തന്നെ 14-ൽ 13 LDF ആണ് കഴിഞ്ഞ തവണ ജില്ല. അപ്പോൾ 2 UDF-ലേക്ക് പോകുമോ? 2 UDF-ലേക്ക് പോകാനാണ് സാധ്യത, 1 BJP. ആ രീതിയിലാണ്. അല്ലാതെ ഏതാണ്? എറണാകുളം, കൊല്ലം, അതുപോലെ തന്നെ കോഴിക്കോട്, ഇതാണ് സാധ്യത കൂടുതൽ LDF-ന്. കണ്ണൂർ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ UDF-നായി. എറണാകുളത്ത് UDF-നാണല്ലോ സാധ്യത. എറണാകുളത്ത് UDF-നാണ് സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾ അവർക്കത്ര അനുഗുണമാണെന്ന് തോന്നുന്നില്ല. ആ രീതിയിലാണ്. എന്തായാലും 3 കോർപ്പറേഷനുകൾ സംശയമില്ലാതെ അവർ പിടിക്കും. അത് ഒന്നുകിൽ UDF-ന് കണ്ണൂരും അത് UDF-ന് കിട്ടാൻ സാധ്യത. കണ്ണൂരുണ്ട്. അതെ, കണ്ണൂരുണ്ട്. പിന്നെ ഒന്ന് പറയുന്നത് പിന്നെ തൃശ്ശൂരാണ്. സോറി, അതെ, തൃശ്ശൂരാണ്. തിരുവനന്തപുരം BJP തന്നെയായിരിക്കും മേൽക്കൈ എന്നുള്ളതാണ് പൊതുവെ. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പോക്ക്. UDF-ന് സാധാരണഗതിയിൽ തൃശ്ശൂരിലും ഇപ്പോൾ BJP-യുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഉള്ളത് കൊണ്ടും ഹിന്ദു വോട്ടുകൾ കുറേ UDF-ൽ നിന്ന് BJP കൊണ്ടുപോകുന്നത് കൊണ്ടും തൃശ്ശൂർ കോർപ്പറേഷൻ ചിലപ്പോൾ LDF-ന് അനുഗുണമായി വന്നേക്കാം. അതുകൊണ്ടാണ് തൃശ്ശൂർ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. എന്തായാലും 3 കോർപ്പറേഷൻ അവർക്ക് അങ്ങനെ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തത് പ്രധാനമായിട്ടും പറയുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. അതിൽ 14-ൽ 13 അവരാണ് കഴിഞ്ഞ തവണ പിടിച്ചതെങ്കിൽ ഇത്തവണ അത് 10ഓളം സീറ്റുകൾ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലവർ സംശയിക്കുന്ന ചില സ്ഥലങ്ങൾ കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, എറണാകുളം, ഇതൊക്കെയാണ് അവർ സംശയം ഉള്ളത്. ബാക്കി സ്ഥലങ്ങളിൽ അവർ തന്നെ മേൽക്കോയ്മ നേടും എന്നുള്ളതാണ്. നാം ഈ കൊല്ലം തന്നെ പരിശോധിച്ചാൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് നില പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് 6 സീറ്റ്, BJP-ക്ക് 6 സീറ്റാണ്, 3 സീറ്റ് RSPക്കാണ്. അങ്ങനെയാണ് 9-6 പ്രതിപക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 9-6. അപ്പോൾ BJP പലയിടങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ കൊല്ലത്തുൾപ്പെടെ പ്രതിപക്ഷത്ത് വരാൻ സാധ്യത BJP-ക്കാണല്ലോ. തീർച്ചയായിട്ടും അതാണ് വലിയൊരു പ്രത്യേകത. പല സ്ഥലങ്ങളിലും കോഴിക്കോടായാലും കോഴിക്കോട് 17 22 ഇടങ്ങളിലായിരുന്നു കഴിഞ്ഞ തവണ. തൃശ്ശൂർ പോലും ചിലപ്പോൾ സെക്കൻഡ് വന്നേക്കാം. പ്രധാന പ്രതിപക്ഷമായിട്ട് തൃശ്ശൂർ BJP വന്നേക്കാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമതായി എത്തുക BJP ആയിരിക്കും. അങ്ങനെ പല സ്ഥലങ്ങൾ. അതുപോലെ തന്നെ 85ഓളം പിന്നെ നഗരസഭകളിൽ ഒരു 35-ൽ കുറയാതെ LDF-നായിരിക്കും എന്നുള്ളതാണ്. അതിൽ 5-6 നിയമസഭകൾ, നഗരസഭകൾ പിന്നെ BJP-ക്കും മുൻതൂക്കം പറയുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമോ? ആവർത്തിച്ചാൽ അവരുടെ നേടാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിൽ വിജയിച്ചാൽ ഉറപ്പായി തന്നെ നിയമസഭയിലേക്ക് കയറാമെന്ന് അവർക്ക് ധാരണ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ഇപ്പോഴത്തെ പിന്നെ കണക്കുകൾ നോക്കുമ്പോൾ BJP-ക്ക് വോട്ടും സീറ്റും വർദ്ധിക്കും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ എത്ര നഗരസഭകൾ പിടിക്കും, എത്ര കോർപ്പറേഷനുകൾ പിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇപ്പോൾ ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ 2 സ്ഥലങ്ങളിൽ പ്രധാനമായ മുന്നേറ്റം അവർക്കുണ്ട്. ഒന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ്. അത് ഏതാണ്ട് 1ാമത് എത്തിയേക്കും അവർ.
രണ്ടാമത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഒന്നുകിൽ പ്രതിപക്ഷമായിട്ട് തന്നെ, ശക്തമായ പ്രതിപക്ഷമായിട്ട് തന്നെ അവർ വന്നേക്കാം. വളരെ നേരിയ ചാൻസേ ഉള്ളൂ ഭരണത്തിലേക്ക് പോകാനായിട്ടുള്ളത്. അല്ല, അപ്പോൾ സാറ് പറയുന്ന ഒരു രീതി വെച്ചാണെങ്കിൽ മറ്റൊരു കാര്യവും ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഈ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്ന ഇടങ്ങളിൽ എന്തായാലും സ്വാഭാവികമായി തന്നെ UDF-ഉം LDF-ഉം തമ്മിൽ ചങ്ങാത്തത്തിൽ വന്ന് ഭരണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇനി സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ പടലയോടെ ചിലപ്പോൾ UDF-ൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. അത് അസംബ്ലി ഇലക്ഷൻ കൂടെ കഴിഞ്ഞിട്ടേ അതിൻ്റെ ക്ലിയർ പിക്ചർ വരുള്ളൂ. അതിനിടയ്ക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന് സംശയമാണ്. അസംബ്ലി ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് LDF-ലേക്ക് വന്നേക്കാം. ഈ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ വലിയ പിന്തുണ ആവശ്യമാണ്. നിലവിൽ BJPക്ക് ന്യൂനപക്ഷത്തിന്റെ പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കാരണം നാം എന്തെല്ലാം പറയുമ്പോഴും UDF ഒരു ഭാഗത്ത് ശക്തമായി നിൽക്കുന്നുണ്ട്. അത് വേറൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ BJPക്ക് പണ്ടുണ്ടായിരുന്ന ഒരു വിമുഖത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇല്ലാതായി, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽ. മുസ്ലിം വിഭാഗത്തിൽ അങ്ങനെയല്ല. അവർക്ക് വോട്ട് കൊടുക്കാനുള്ള താല്പര്യമില്ലെങ്കിലും ഇവരൊരു പ്രധാനപ്പെട്ട കക്ഷി തന്നെയായി തീർന്നിരിക്കുന്നു എന്ന് അവരും അംഗീകരിക്കുന്നുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. കേരളത്തിൽ BJP അവഗണിക്കാൻ കഴിയാത്ത ഒരു കക്ഷിയാണ്. ഇവരെ ഏതു വിധേനയും തോൽപ്പിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് എന്നുള്ള രീതിയിലെങ്കിലും തോന്നുന്ന വിധത്തിൽ അവരിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്. മറ്റേത് ഇവരെ അവഗണിക്കേണ്ട പാർട്ടിയാണ്, ഒരു സീറ്റ് പോലും കിട്ടാത്തവരാണ് എന്നുള്ളതായിരുന്നെങ്കിൽ ആ ധാരണ ഇപ്പോൾ മാറിയിരിക്കുന്നു. പക്ഷേ ഇലക്ഷൻ എടുക്കുമ്പോൾ സ്ഥിരം ഒരു പ്രചരണമുണ്ട്, BJPക്ക് ഒന്നും കിട്ടില്ല. കഴിഞ്ഞ തവണ ഇങ്ങനെയായിരുന്നല്ലോ, പാർലമെന്റ് ഇലക്ഷന് BJP 0 എന്നാൽ അത് എല്ലായിടത്തും എഴുതുള്ളൂ. പക്ഷേ 75,000 വോട്ടിന് തൃശ്ശൂർ ലീഡ് ചെയ്ത ആളിനെ പോലും 0-ലാണ് അവർ കൂട്ടി. മനോരമയുടെ സർവേയിൽ മൂന്നാമതാണ്. അപ്പൊ അത് ഇത്തവണയും കൃത്യമായി പ്രവചിക്കുകയാണ്. 2019 കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ കുറയുമെന്ന്. അത് ഇത്തവണയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇത്തവണയും അവസാന ലാപ്പിൽ വലിയ പ്രശ്നമാണ്. BJPക്കകത്ത് കൂട്ടയടിയാണ്, വിവിധ ഗ്രൂപ്പുകൾ ചേർന്ന് തകർപ്പൻ അടിയാണ്. ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവാം, ഗ്രൂപ്പുകൾ ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പുകൾ ഇല്ലാത്ത ഒരു പാർട്ടിയും ഇന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് LDF നേടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇന്ന് വിമതന്മാരാണ്. പാർട്ടിക്ക് അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ന് വിമതന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അതിന് പുറമെ ചില അണ്ടർഗ്രൗണ്ട് വിമതന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി അതിനേക്കാൾ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മുന്നോട്ട് വരുമോ എന്നുള്ളതിൻ്റെ ഒരു പ്രധാന സൂചികയായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും LDFൻ്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ അപാകത നിറഞ്ഞതായിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വിമതരും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഇലക്ഷനിലേക്ക് എടുത്തുചാടിയ വിമതരുമുണ്ട്, അല്ലാതെ പുറകിൽ നിന്ന് കളിക്കുന്ന ചില സ്ഥാനാർത്ഥി അല്ലാത്ത വിമതരും ഉണ്ട് എന്നുള്ളതാണ്. അത് LDFന് ദോഷം ചെയ്യും. ഈ BJPക്ക് 15-നും 20% ഇടയിൽ വോട്ടാണ്. അവർ 25 പറയുന്നുണ്ടെങ്കിലും 15-നും 20-നും ഇടയിൽ വോട്ട് ശതമാനം അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റമല്ലേ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും? തീർച്ചയായിട്ടും അത് ഏതാണ്ട് സ്റ്റാബിളായിട്ട് ഇനി അവർ കൊണ്ടുപോകും. 20-ൽ നിന്ന് താഴെ പോകാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ അവർ മാക്സിമം ശ്രമിക്കും. അതിനുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് വലിയ വ്യത്യാസം. അതാണ് 15-നും 20-നും ഇടയിലായിരിക്കും. യെസ്, 20 വരെ പോകാനുള്ള സാധ്യത. ഈ ഇലക്ഷനിൽ അവർ 25 എത്തിക്കാനാണ് നോക്കുന്നത്. അത്രയും പോയില്ലെങ്കിൽ 20-ന് മേളിലായിരിക്കും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വരുന്നത്. സീറ്റുകളുടെ എണ്ണവും കഴിഞ്ഞ തവണത്തേക്കാൾ സാറ് സൂചിപ്പിക്കും പോലെ ആ 20 വന്നാൽ പല നഗരസഭകളും പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും BJPയുടെ കയ്യിലിരിക്കും. BJPയുടെ കയ്യിലിരിക്കില്ലെങ്കിലും അവർ നിർണായകമായ ഒരു ശക്തിയായിരിക്കും അവിടെ. ചില സ്ഥലങ്ങളിൽ അവർ വിചാരിക്കുന്നതായിരിക്കും അവിടുത്തെ മേയർ അല്ലെങ്കിൽ അവിടുത്തെ നഗരസഭ ചെയർമാൻ. ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചായത്തുകളിൽ അതിനേക്കാൾ കൂടുതലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പലയിടത്തും BJP നിർണ്ണയിക്കും. ആ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.